ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അവലും മുട്ടയും വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന, വളരെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെയധികം കുറവുള്ളതുമായിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇത് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് മുട്ടയുടെ അവലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1 കപ്പ് മുട്ടയുടെ അവലിലേക്ക് നമ്മൾ 1 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 മുട്ട നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതും ഇതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഞാൻ നന്നായിട്ട് ഇതെല്ലാം ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മല്ലിയില നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഇതൊരു ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്തായിട്ട് ഇതൊന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിലേക്ക് ഈ ഉരുളകളാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഓരോ ഉരുളകൾ വീതം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതിൻ്റെ ഓരോ സൈഡ് വേവുന്നതിനും വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെന്തതിന് ശേഷം നമുക്ക് ഇതിന് മറു സൈഡും കൂടെ തിരിച്ചിട്ട് വെച്ച് മറു സൈഡും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു സൈഡ് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് വെച്ച് ഇതിന് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് എടുക്കുമ്പോഴത്തേക്കിനും പയ്യെ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടി ഇത് ഉടഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതിന് കുറച്ച് സാവധാനം വേണം നമ്മളിത് ഇളക്കി തിരിച്ചിടാൻ വേണ്ടി. ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്, റോഷൻ ഖാൻ.